നീതി കിട്ടുന്നവരെ ഇത് തുടർന്ന് പോകാൻ തന്നെ ചെയ്യും. ഞങ്ങൾ പിന്നിലോട്ടില്ല. ഇത് നീതി കിട്ടണം. പല ഘട്ടങ്ങളിലും ഇത് ആവശ്യപ്പെട്ടിരുന്നില്ലേ നിങ്ങൾ മാനേജർ? നമ്മൾ പലവട്ടം ആവശ്യപ്പെട്ടപ്പോഴും നമുക്ക് ഒരു നീതിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഇറങ്ങേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ സംഭവിച്ചത്. എന്തായിരുന്നു ഇവർ പറയുന്നത്? മാനേജ്മെന്റ് എന്തായിരുന്നു പറയുന്നത്? മാനേജ്മെന്റ് ഒന്നും ഇതുവരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല, അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇതുവരെയ്ക്കും നമ്മുടെ മുമ്പിലോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ മുമ്പിലോ അഡ്രസ് ചെയ്തിട്ടില്ല ഇതുവരെയ്ക്കും. അവരൊരു 5 ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അവര് അംഗീകരിച്ചു എന്ന് പറയുന്നതല്ലാതെ അത് വന്ന് അഡ്രസ്സ് ചെയ്യാനോ ഒന്നും അവർ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഈ സ്ഥാനത്തുള്ളവർ താൽക്കാലികമായി നീതി കിട്ടുന്നത് വരെ മാറി നിൽക്കുക സ്ഥാനത്ത് നിന്ന്. ആളുകൾ മാറി നിൽക്കണമെന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. ഈ ആളുകൾ മാറി നിൽക്കണമെന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അവര് കാരണമാണ് ഇന്നൊരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. 1.5 മാസമായിട്ട് ഇവരുടെ ഇതിന് പിന്നാലെ നടക്കുന്നത്. 1.5 മാസമായിട്ട് ഇയർ ബാക്കായ പിള്ളേര് ഇതിനു വേണ്ടി ഒരു തീരുമാനം വേണമെന്ന് പറയണമെന്ന് പറഞ്ഞതാ. ഇന്നലെ രാത്രിയാണ് ഇവർ ഒരൊറ്റ ലെറ്റർ, ഒരൊറ്റ ഒഫീഷ്യൽ ലെറ്റർ, ഒരു സൈൻ, ഒരു പ്രിൻസിപ്പളിന്റെ ഒരൊറ്റ സൈൻ കൊണ്ട് മാത്രം ഇവർ ഇന്നലെ ഇറക്കിയത്. ഒറ്റ രാത്രി കൊണ്ട് അവർ ഈ തീരുമാനം എടുത്ത്. ഇന്നലെ 1.5 മാസമായിട്ട് ഇതിന് പിന്നാലെ നടക്കുന്നതാണ്. 1.5 മാസമായിട്ട് നടക്കാത്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ അവൻ നോക്കി. വെള്ളിയാഴ്ചയായിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ നിമിഷം അവന്റെ ഹോപ്പ് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടാണ് അവൻ ഇന്നിവിടെ നമ്മുടെ കൂടെ ഇല്ലാത്തത്. അവർക്ക് ഈ 1.5 മാസമായിട്ട് നടക്കാത്ത ഈ 2 മണിക്കൂറിൽ നടത്തെങ്കിൽ അവൻ നേരത്തെ ഇവരിത് എടുത്തായിരുന്നെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്നുള്ള പിഴ കൊണ്ടാണ്. അതുകൊണ്ട് അവരും അത് തന്നെയാണ് ഹർഷൻ. എന്തായാലും ഒരു വിദ്യാർത്ഥിക്ക് അവന്റെ പ്രതീക്ഷ പൂർണ്ണമായും നഷ്ടമായ ഘട്ടത്തിലാണ് ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നത്. ഈ വിദ്യാർത്ഥികൾ പറയുന്നത് പോലെ തന്നെ ഇത് ഒരു തുടർ സമരമാണ്. പല ഘട്ടങ്ങളിലും ഒരു ആവശ്യപ്പെട്ടിരുന്നു മാനേജ്മെന്റിനോട്. പല ഘട്ടങ്ങളിലും നിങ്ങൾ ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതല്ലേ? നമ്മള് 1.5 മാസം ഒരു കൗൺസിൽ മീറ്റിംഗ് കൂടെ വേണ്ടി പ്രിൻസിപ്പളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടും പുള്ളി അത് കേൾക്കാൻ വേണ്ടി തീരെ തയ്യാറായില്ല. അപ്പൊ അത് ഇതൊരു ധാർഷ്ട്യമാണല്ലേ ശരിക്കും? തന്നെയാണ് ഹർഷൻ മനസ്സിലാക്കേണ്ടത്. മാനേജ്മെന്റ് ഈ വിദ്യാർത്ഥികളെ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളൊന്നും അംഗീകരിക്കാതെ നേരത്തെ വിദ്യാർത്ഥികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും അവരുടെ ഒരു ധാർഷ്ട്യം കാണിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾക്ക് പലർക്കും അവരുടെ ഭാവി നഷ്ടമാകുമെന്നുള്ള ഘട്ടം വന്നപ്പോൾ അവർക്ക് ചില ആളുകൾക്കെങ്കിലും സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തേണ്ടി വന്നത്. അതിൽ തന്നെ ഈ അരുണാചൽ പ്രദേശിൽ നിന്ന് പഠിക്കാൻ വന്ന കുട്ടി, നമ്മൾക്കറിയാം എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. തന്റെ വിദ്യാഭ്യാസം നഷ്ടമാകും, താൻ ഇയർ ഔട്ട് ആകുമെന്നുള്ള ഒരു തോന്നലിൽ തന്നെയാണ് ആ കുട്ടി ആത്മഹത്യയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ സമരവുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും മാനേജ്മെന്റ് ഈ ഘട്ടത്തിൽ പറയുന്നതും ഈ വിദ്യാർത്ഥികൾ പറയുന്നതും വ്യത്യസ്തമാണ്. വിദ്യാർത്ഥികൾ ഇപ്പോഴും പറയുന്നു ആരാണോ കാരണക്കാർ അവരെ മാറ്റി നിർത്തണം, ആ കാരണക്കാർക്കെതിരെ അന്വേഷണം വേണം, പോലീസ് അന്വേഷണം വേണം, നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ അത്തരം ആവശ്യങ്ങൾ പോലീസ് തന്നെ ഒരുപക്ഷെ സ്വമേധയാ കേസെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകളുടെ അറസ്റ്റിലേക്ക് അടക്കം കാരണങ്ങൾ പോകേണ്ടി വരുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പല ഘട്ടങ്ങളിലും അങ്ങനെയാണല്ലോ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ പറയുന്നത് ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തണമെന്നുള്ളതാണ്. അതിലേക്ക് മാനേജ്മെന്റ് പോകുമോ എന്ന് കാത്തിരുന്ന് കാണാം ഹർഷൻ. റൈറ്റ്, സഹീൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.